എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡോങ് ഷോൻ മരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ സെക്കൻഡ് വൈഫിന്റെ മകൻ അദ്ദേഹത്തിന്റെ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോങ് ഷോയുടെ മകളായ ഡോങ്മയുടെ DNA മാച്ച് ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ എന്ന് യാവ് ചോദിക്കുന്നു. അതുമായിട്ട് മാച്ച് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു Y ക്രോമസോം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ക്യുവാൻ പറയുന്നു. ഡോങ് ഷോയുടെ ഫാദർ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഏജ് ഉണ്ട്, ഹെൽത്ത് മോശമാണ്. പക്ഷേ അദ്ദേഹം DNA ടെസ്റ്റ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഡോങ് ഷോന് വേറെ ബ്രദേഴ്സ് ഒന്നും ഇല്ലെന്ന് ബാവറു പറയുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഡോങ് ഷോയുടെ സെക്കൻഡ് വൈഫിന്റെ അപ്പാർട്ട്മെന്റിലെ CCTV ഫുട്ടേജ് എടുക്കണം. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം എപ്പോഴും അവിടെ വരാറുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുമാത്രവുമല്ല, അവർ റൂട്ടീൻ ചെക്കപ്പിന് പോകാറുള്ള ആ ഹോസ്പിറ്റലിൽ CCTV ഫുട്ടേജ് എടുക്കണം. ചെക്കപ്പിനെല്ലാം അവർ രണ്ടാൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം വെച്ച് അവർ രണ്ടുപേരുടെ റിലേഷൻ എന്താണെന്ന് നമുക്ക് ഈസിയായി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് യാവ് പറയുന്നു. യാവിന്റെ ഐഡിയ ക്യുവാൻ ഇഷ്ടമാകുന്നു. അവൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അവളെ ഓപ്പണായി പുകഴ്ത്തുന്നു. യാവു ആട്ടെ ഇത് കേട്ട് സർപ്രൈസ് ആകുന്നുണ്ട്. ബാവറു സർപ്രൈസ് ആകുന്നു. ബോസ് ആദ്യമായിട്ടാണ് ഒരാളെ പുകഴ്ത്തുന്നത് ഞാൻ കേൾക്കുന്നതെന്ന് അവൻ പറയുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് യാവു സീറ്റിൽ തിരിച്ചു വന്ന ശേഷം തന്റെ വർക്കെല്ലാം ചെയ്യുന്നു. ക്യുവാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. എല്ലാവരും പോയ ശേഷം അവൻ അവളുടെ അടുത്ത് വന്ന് നീ ഇന്ന് വീട്ടിലേക്ക് വരല്ലേന്ന് ചോദിക്കുന്നു. പക്ഷെ യാവു ഒരുപാട് ഹർട്ടായിരുന്നു. താൻ ക്യുവാന്റെ ഇൻസോമിയുടെ ട്രീറ്റ്മെന്റ് മാത്രമാണെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഈ കേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. ഫുഡ് ഉണ്ടാക്കാൻ ടൈം എനിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് അവൾ പറയുന്നു. ക്യുവാൻ വീട്ടിലിരുന്ന് യാവ് പ്രിപ്പയർ ചെയ്ത ഫയൽസെല്ലാം നോക്കാണ്. അവൻ ആ ഫയൽസ് എല്ലാം നന്നായിട്ട് ഇഷ്ടമാകുന്നു. വർക്കിലെല്ലാം അവൾ എന്തുമാത്രം സിൻസിയർ ആണെന്ന് അവന് മനസ്സിലാകുന്നു. യാവിന്റെ വർക്ക് ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ക്യുവാൻ യാവിന് മെസ്സേജ് അയക്കുന്നു. ഞാൻ കുറച്ച് ഫയൽസ് കറക്റ്റ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്, നീ വന്ന് എടുത്തോണ്ട് പോകാൻ പറയുന്നു. യാവു ഈ ഫയൽ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹോട്ടലിലേക്ക് പോകാനുള്ള തന്റെ ലാസ്റ്റ് ബസ് മിസ്സാകരുതെന്ന് മനസ്സിൽ വിചാരിച്ചാണ് അവൾ അവിടേക്ക് വരുന്നത്. അവൾ വീടിനകത്ത് വന്ന് ആ ഫയൽ എടുത്ത് നോക്കുന്നുണ്ട്. അതിലെ കറക്ഷൻസ് എല്ലാം വായിക്കുന്നു. അപ്പോൾ അവിടെ അവൾക്ക് വേണ്ടി ക്യുവാൻ എഴുതിയ നോട്ട് കാണുന്നു. പ്ലീസ്, നിന്റെ സേവിങ്സ് എല്ലാം നീ ആ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാതെ നിനക്കിവിടെ താമസിക്കാം. ഞാൻ എൻ്റെ വില്ലയിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് പറയുന്നു. സത്യത്തിൽ ആ ടൈമിൽ ക്യുവാൻ തൻ്റെ വണ്ടിയിൽ ബിൽഡിങ്ങിന് താഴെ നിൽപ്പുണ്ടായിരുന്നു. യാവുന്റെ റൂമിന്റെ ലൈറ്റ് ഓഫ് ആകുന്ന കാണുമ്പോൾ അവൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ചെങ്ഷിയാണ് കാണിക്കുന്നത്. അവളെ കാണാൻ വേണ്ടി അവളുടെ എക്സ് ഹസ്ബൻഡായ ഡോമി വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഡ്രങ്ക് ആയിരുന്നു. ഷീ തടയുന്നുണ്ടെങ്കിലും അവൻ ഫോഴ്സ് ചെയ്ത് വീടിനകത്ത് കയറുന്നു. എന്നിട്ട് അവളെ പെർസ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് ചെങ്ഷി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റു പറ്റിയതാണ്. എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഡിസേർവ് ചെയ്യുന്നു, നീ എന്നെയെന്ന് അവൻ പറയുന്നു. അവൾ സമ്മതിക്കാതെ വരുമ്പോൾ നീ ഈ ഇടയായിട്ട് ലീജന്റെ പുറകെ ഒരുപാട് നടക്കുന്നുണ്ട്. നിനക്ക് അവനെ അറിയാവുന്നതല്ലേ? അവനൊരു പ്ലേ ബോയ് ആണ്. അവൻ്റെ ചുറ്റും എപ്പോഴും പെൺപിള്ളേരാണ് എന്ന് പറഞ്ഞ് നിന്നെപ്പോലെ സെക്കൻഡ് ഹാൻഡിനെ അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന നീ വിചാരിക്കുന്നുണ്ടോ? അവൻ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയാണ് നിന്റെ പിറകെ നടക്കുന്നത്. അവൻ ഒരിക്കലും നിന്നെ മാരി ചെയ്യില്ലെന്ന് ഡോങ്മിൻ പറയുന്നു. ഡോങ്മിൻ അവളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ചെങ്ഷിയുടെ കൺട്രോൾ വിട്ടുപോകുന്നുണ്ട്. അവൻ ഡ്രങ്ക് ആയിരുന്നു. സോ അവന്റെ മുഖത്ത് അവൾ ദേഷ്യത്തിൽ വെള്ളമെടുത്തൊഴിക്കുന്നു. എന്നിട്ട് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പക്ഷെ ഡോങ്മിൻ ആകട്ടെ പോകുന്നതിന് മുന്നേ തിരിഞ്ഞു നോക്കി അവളോട് വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവളോട് ഐ ലവ് യു എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഷീ ആകട്ടെ ഒന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ ചെങ്ഷി തന്റെ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നു. കോളേജ് ടൈമിൽ അവൾ സത്യത്തിൽ ലീജിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ലീജൻ അവളുടെ പിറകെ ജോഗിങ്ങിന് വന്നപ്പോഴും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയ ശേഷമെല്ലാം അവൾ അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഇഷ്ടം പരസ്പരം പറയാൻ പറ്റിയില്ല. ഡോമിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെൻസി ആലോചിക്കുന്നു. അവൾ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. താൻ സത്യത്തിൽ ലീജിനെ ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അവൾ ഒരുപാട് കരയുന്നു. നെക്സ്റ്റ് സീനിൽ യാവും ബാവരും മിസ്റ്റർ ഷോന്റെ ഫാദർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നു. DNA ടെസ്റ്റിന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ഇൻ കേസ് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ക്യുവാൻ അവിടേക്ക് വരുന്നു. പക്ഷെ അവൻ ഈ കാര്യം യാവിനോട് പറയുന്നില്ല. അവനും അവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഈ ടാസ്കിൽ യാവുന് പ്രഷർ ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് അവൻ പറയാതിരുന്നത്. ഇവിടെ യാവും ബാവരും ഗ്രാൻഡ്പയെ കാണാൻ വരുന്നു.
അവർ വിചാരിക്കുന്നത് ഗ്രാൻഡ് പേ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷേ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണെന്നറിയുമ്പോൾ ഗ്രാൻഡ് പേ ആകട്ടെ ഹാപ്പി ആയിട്ട് പെട്ടെന്ന് കൺവിൻസ് ആകുന്നു. കുട്ടി ആണാണെന്ന പ്രൂഫും അവർ ഗ്രാൻഡ് പേ കാണിക്കുന്നു. ഈ പ്രോപ്പർട്ടീസിൽ നോക്കി നടത്താൻ ഒരു ആൺകുട്ടിയെ വേണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എന്ന് ഗ്രാൻഡ് പ പറയുന്നു. അദ്ദേഹം ഹാപ്പി ആയിട്ട് ആ DNA ടെസ്റ്റിന്റെ പേപ്പറിൽ സൈൻ ചെയ്യുന്നു. പക്ഷെ ഗ്രാൻഡ് പേയുടെ ഈ ബിഹേവിയർ കാണുമ്പോൾ യാവുനാകട്ടെ സാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഗ്രാൻഡ് ഡോട്ടറായ ഡോങ്ങിനെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് യാവ് വിചാരിച്ചത്. പക്ഷെ ഗ്രാൻഡ് പേയും തന്റെ മകനെ പോലെ സെൽഫിഷ് ആയിരുന്നു. ഒരു ആൺകുട്ടിന്ന് കേട്ടപ്പോൾ ഫുൾ പ്ലേറ്റ് മാറ്റി. അവരുടെ മനസ്സിൽ ബിസിനസ്സും ഇതെല്ലാം നോക്കി നടത്താനുള്ള ഹയറിനെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. അവർ രണ്ടുപേരും ഗ്രാൻഡ് പേയുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ബാവ്രുവിന് ഒരു കോൾ വരുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുന്നു. അപ്പോൾ ഒരു നഴ്സ് യാവിൻ്റെ അടുത്ത് വന്ന്, നിങ്ങൾ വക്കീലന്മാർക്ക് മനസാക്ഷിയുണ്ടോ? ഡോങ്മിയും അവളുടെ മദറും ഈ ഗ്രാൻഡ് പേയെ എന്നും നോക്കിയിട്ടേ ഉള്ളൂ. ഈ ഗ്രാൻഡ് പേയുടെ ഹെൽത്തിനെ കുറിച്ചെല്ലാം അവർ രണ്ടാളും എന്നും നന്നായി കെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഒരു മിസ്ട്രസിന് അവരുടെ പ്രോപ്പർട്ടിയുടെ ഹാഫ് കൊടുക്കാൻ പോകുന്നു. നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കാണോ ചോദിക്കുന്നുണ്ട്. യാവുനോട് ഇങ്ങനെയെല്ലാം സംസാരിച്ച ശേഷം ആ നഴ്സ് അവിടുന്ന് പോകുന്നു. യാവുന് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യുവാൻ ഇതെല്ലാം കേൾക്കുന്നു. ഇവിടെ ചിന്നാകട്ടെ DNA ടെസ്റ്റ് നടത്താൻ വെപ്രാളായിരുന്നു. ഇത് ബേബിക്ക് സേഫ് അല്ലെന്ന് യാവ് പറയുന്നുണ്ട്. പക്ഷെ അവൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. കുഞ്ഞ് ജനിക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും ടൈം കൊടുക്കുകയാണെങ്കിൽ ഡോങ് ഫാമിലി എന്തെങ്കിലും കണ്ണിനെസ് കാണിക്കും. എൻ്റെ മകൻ ഡിസേർവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അവന് കിട്ടാതെയാകുമെന്ന് അവൾ പറയുന്നു. യാവും ബാവരും ഓഫീസിലേക്ക് വരുമ്പോൾ ബാവറിനെ ക്യുവാൻ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. നമ്മുടെ കമ്പനി ലോയേഴ്സ് എല്ലാം എന്തെങ്കിലും മിഷന് പോകുമ്പോൾ അവരെല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്ന കാര്യം ഞാൻ പറയാറുണ്ടായിരുന്നു. നീ ഇന്ന് യാവുൻ്റെ കൂടെ പോയപ്പോൾ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും മാറിപ്പോയോ എന്ന് ക്യുവാൻ ചോദിക്കുന്നു. അവൻ ആദ്യം ഇല്ലെന്ന് പറയുന്നു. പക്ഷെ കുറച്ചേരം ആലോചിച്ചിട്ട് ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അത് കുറച്ച് ടൈമിന് മാത്രമായിരുന്നു എന്ന് അവൻ പറയുന്നു. പക്ഷെ ഇവിടെ ബാവര് വിചാരിക്കുന്നത് ബോസ് തന്നെക്കുറിച്ച് വറീഡാണെന്നും തന്നെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്നുമാണ്. കാരണം താൻ ഈ ഫേമിലെ ഏറ്റവും ബെസ്റ്റ് ലോയർ ആണെന്നാണ് അവൻ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ക്യുവാൻ ഇവിടെ യാവുനെയാണ് കെയർ ചെയ്യുന്നത്. അവൻ്റെ മനസ്സിൽ യാവു ഒരുപാട് ഇന്നസെൻ്റ് ആണ്. നേഴ്സ് ഇന്ന് അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് ഹർട്ടായി കാണുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ലീജൻ ചെൻസിയെ കാണാൻ വരുന്നു. കാരണം അവൾ ലീജന്റെ കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. നീ എന്താ എൻ്റെ കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത്? യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എനിക്ക് നിന്നോട് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടായിരുന്നത്? ആ സെയിം ഫീലിങ്സ് ആണ് ഇപ്പോഴും എനിക്ക് നിന്നോടുള്ളത്. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നും നിന്റെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ലീജിനെ താൻ ഡിസേർവ് ചെയ്യുന്നില്ലെന്നാണ് ചെൻസി ഫീൽ ചെയ്യുന്നത്. കാരണം അവളൊരു ഡിവോഴ്സിയാണ്. ലീജനാകട്ടെ ഇപ്പോഴും ബാച്ചിലർ. കൂടാതെ ലീജൻ റിച്ചും. അവൻ്റെ പിറകെ ഒരുപാട് പെൺകുട്ടികളുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. കുറവ് നിനക്കല്ല, എനിക്കാണ്. അതുകൊണ്ട് പ്ലീസ് നീ ഇനി മുതൽ എന്നെ കാണാൻ വരരുതെന്ന് അവൾ പറയുന്നു. തൻ്റെ ദുഃഖം സഹിക്കാൻ വയ്യാതെ റിലാക്സ് ആകാൻ വേണ്ടി ലീജുൻ ക്യുവാനെ കൂട്ടി ഒരു മസാജ് സെൻ്ററിൽ വരുന്നു. എന്നിട്ട് ഫീറ്റ് ബാത്ത് ചെയ്യുന്നുണ്ട്. ഇത്രയും ലക്ഷറീസ് ആയി പ്ലേസിലിരുന്നിട്ടും ക്യുവാനാകട്ടെ അത്ര റിലാക്സിങ് ഫീൽ ചെയ്യുന്നില്ല. ഇതിനേക്കാളും റിലാക്സിങ് അന്ന് ക്യുവാൻ്റെ കൂടെ ബാൽക്കണിലിരുന്ന് അവൾ പ്രിപ്പയർ ചെയ്ത് ആ വോം വാട്ടറിൽ കാലിട്ട് സ്റ്റാർസിനെ നോക്കി അവളുടെ കൂടെ ഇരുന്നപ്പോഴാണെന്ന് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ക്യുവാനില്ലാതെ യാവുനും ഒരുപാട് ലോൺലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്യുവാനാകട്ടെ യാവുൻ്റെ കൂടെ അന്ന് ഒരുമിച്ച് കണ്ട ഫൗണ്ടൻ ഷോ കാണാൻ വരുന്നു. ഒബിയസ്ലി യാവുൻ്റെ കുക്കിങ്ങും പാട്ടും ഇല്ലാത്തതുകൊണ്ട് ക്യുവാൻ്റെ ഉറക്കം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവൻ യാവുനെ കുറിച്ചെല്ലാം ഓർത്ത് അവിടെ ഇരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് DNA ടെസ്റ്റിന് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. ലാസ്റ്റ് ടെസ്റ്റ് റിസൾട്ട് വരുന്നുണ്ട്. തൻ്റെ ബേബി മിസ്റ്റർ ഷോണ്ടി ആണെന്ന് ഫൈനലി അവൾ പ്രൂവ് ചെയ്യുന്നു. പക്ഷേ ഏറ്റവും സർപ്രൈസിങ് കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ചിന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് അവളുടെ ബോയ് ഫ്രണ്ടാണ്. മിസ്റ്റർ ഷോൺ മരിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. അപ്പോഴേക്കും അവൾ പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തി. ഇത് കണ്ട് യാവും ബാവരും സർപ്രൈസ് ആകുന്നുണ്ട്. ഇനി ഷിൻ ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ട് ഡോങ് ഷോനെ ചീറ്റ് ചെയ്യായിരുന്നു എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നു. ഇതെല്ലാം കണ്ട് ബാവൂരിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. അവർ ഷിന്നെ കുറിച്ച് മോശമായി പറയുന്നു.
അവർ രണ്ടാളും ഹോസ്പിറ്റലിന് വെളിയിലേക്ക് വരുമ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ക്യുവാൻ വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ക്യുവാൻ വന്നത് യാവുനെ കുറിച്ച് ആലോചിച്ച് വറീഡായിട്ടാണ്. പക്ഷെ ഇവിടെ ബാവു വിചാരിക്കുന്നത് ബോസ് തന്നെ ഒരുപാട് കെയർ ചെയ്യുന്നതാണ്. എനിക്കറിയാം ബോസ്, ഞാൻ താങ്കളുടെ ഫേമിലെ ക്രൗൺ പ്രിൻസ് ആണ്, ഏറ്റവും ടാലന്റഡ്. ഓൾമോസ്റ്റ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും താങ്കൾ എനിക്കാണ് തരുന്നത്. താങ്കൾ എന്നെ കെയർ ചെയ്യുന്നെന്ന് എനിക്കറിയാം. ഞാൻ താങ്കളുടെ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം എന്നൊക്കെ ബാവു പറയുന്നു. അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്താൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇതെല്ലാം കേട്ട് ക്യുവാൻ ദേഷ്യം വരുന്നു. തനിക്ക് ഇറിറ്റേറ്റ് ആകുന്നുണ്ടെന്ന് ബാവുവിനെ അറിയിക്കാൻ വേണ്ടി അവൻ്റെ സൈഡിലെ വിൻഡോ ക്യുവാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ബാവുവിന് മനസ്സിലാകുന്നില്ല. ലാസ്റ്റ് ക്യുവാൻ അവനെ വണ്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ക്യുവാനെ യാവും ഒറ്റയ്ക്ക് പോകുന്നു. യാവു അവനോട് ഈ ദിവസങ്ങളിൽ താങ്കൾ നന്നായിട്ട് ഉറങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ഉറങ്ങി, എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് അവൻ പറയുന്നു. പക്ഷേ അവൻ കള്ളം പറയാണെന്നാണ് തോന്നുന്നത്. നെക്സ്റ്റ് സീനിൽ കോർട്ടാണ് കാണിക്കുന്നത്. ചിങ്ങിൻ്റെ കേസിൻ്റെ ഹിയറിംഗ് ആയിരുന്നു. ക്യുവാൻ ഈ കേസ് പ്രോപ്പറായി വാദിക്കുന്നുണ്ട്. എല്ലാ പ്രൂഫും അവൻ ജഡ്ജിനെ കാണിക്കുന്നു. ഡോങ് ഫാമിലി ലാസ്റ്റ് ഈ കേസ് തോൽക്കുന്നുണ്ട്. മിസ് ചിങ്ങിൻ്റെ വയറ്റിലുള്ളത് മിസ്റ്റർ ഷോന്റെ ബേബിയാണെന്ന് പ്രൂവായി കഴിഞ്ഞു. അതുകൊണ്ട് മിസ്റ്റർ ഷോന്റെ പ്രോപ്പർട്ടിയിലെ ഹാഫ് പോർഷൻ ഈ ബേബിക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി ഈ ബേബിക്ക് കൊടുക്കണം എന്ന് ജഡ്ജ് പറയുന്നു. ഡോങ്ങിന്റെ പ്രോപ്പർട്ടി ഹാഫായി ഡിവൈഡ് ചെയ്യുന്നു. ഡോങ് ഫാമിലി കേസ് തോൽക്കുന്നുണ്ട്. ക്യുവാന്റെ പെർഫോമൻസിൽ ചിങ്ങും നന്നായിട്ട് ഇംപ്രസ് ആകുന്നുണ്ട്. അവരുടെ ഫേം കേസ് ജയിച്ചെങ്കിലും യാവുന് അത്രയ്ക്ക് ഹാപ്പി ഉണ്ടായിരുന്നില്ല. ക്യുവാൻ യാവുനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിലും എവിടെയോ ചെറുതായിട്ട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നു. തൻ്റെ ഒരു ഡിന്നർ കഴിക്കാൻ ചിങ് അവനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ക്യുവാൻ തയ്യാറാകുന്നില്ല. എൻ്റെ പേയ്മെൻറ്റ് കറക്റ്റ് സമയം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനോടൊന്ന് പോകുന്നു. യാവ് വെളിയിലേക്ക് വരുമ്പോൾ ഡോങ്മിനും ഗ്രാൻഡ് ഫാദറും ഫൈറ്റ് ചെയ്യുന്ന കാണുന്നു. ഡോങ്മിൻ ഒരുപാട് ഇമോഷണലായിരുന്നു. കാരണം ഗ്രാൻഡ് ഫാദർ DNA ടെസ്റ്റിന് സമ്മതിച്ചുകൊണ്ടാണ് അവർക്ക് ഇന്ന് ഈ ബേബി മിസ്റ്റർ ഷോന്റെ ആണ് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഡോങ് ഫാമിലി കേസ് തോറ്റത്. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് താങ്കൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? താങ്കൾക്ക് ഒരു ഗ്രാൻഡ് സൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഗ്രാൻഡ് പേ ആവട്ടെ അവളെ വഴക്കു പറയുന്നു. അടിക്കാൻ വേണ്ടി തൻ്റെ സ്റ്റിക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷെ യാവു ഓടി വന്ന് ഇടയ്ക്ക് കയറുന്ന കാരണം അടി കിട്ടുന്ന യാവുനാണ്. ഡോങ്മിനാകട്ടെ യാവുനെ കുറെ വഴക്കു പറയുന്നു. അവളുടെ ദേഷ്യം മൊത്തം യാവുനോട് തീർക്കുന്നുണ്ട്. നീ എന്തുമാത്രം സെൽഫിഷ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ക്യുവാൻ അവിടേക്ക് വന്ന് യാവുനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ലോയേഴ്സാണ്, ഞങ്ങൾ ഇവിടെ ചെയ്തത് ഞങ്ങളുടെ പ്രൊഫഷൻ മാത്രമാണ്, അല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജസ് ഒന്നുമില്ലായിരുന്നു എന്ന് അവൻ പറയുന്നു. ഡോങ്മി മദറും അവിടുന്ന് പോകുന്നു. ക്യുവാൻ നോക്കുമ്പോൾ യാവുൻ്റെ കയ്യിൽ മുറിവ് പറ്റിയിരിക്കുന്നത് കാണുന്നുണ്ട്.